ഹലോ ഗൈസേ, എന്തല്ല സുഖമല്ലേ? എന്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഫുൾ കോൺട്രവേഴ്സീസ് ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്നും ഇനാക്റ്റീവ് ആയിരുന്നു. ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളായിരുന്നു. പക്ഷേ കയറി നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കിടക്കുന്നത്? നമ്മുടെ അർണോൾഡിൻ്റെ മോൻ്റെ കോമ്പറ്റീഷൻ ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കത്തിച്ചേക്കുന്നത്. അർണോൾഡിൻ്റെ മോൻ രണ്ടാമത്തെ ഷോ പ്രോക്കാർഡ് വിന്നറായി, അത് വേറൊരു കാര്യം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. കുറേ നാളെ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ് വ്ളോഗിനകത്ത് സംസാരിച്ചങ്ങ് തീർക്കാമല്ലേ. ഞാനത് പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും. മറ്റൊരാളെ കുത്തി പറയാനോ മോദിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് ഡോക്ടർമാർ GLP-1 ഡ്രഗ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ കോൺട്രവേഴ്സി വേറൊരു സൈഡിൽ. സോ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാനുണ്ട്. സോ അതും കൂടിയായിരിക്കും നമ്മൾ ഈ വീഡിയോക്കകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എൻ്റെ കയ്യിലൊരു ഗതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മുദ്ഗറിനും കണ്ടാ പറയുന്നത്. ഇത് എത്ര കിലോ എന്ന് പോലും എനിക്കറിയത്തില്ല. 3 കിലോ 5 കിലോ കണ്ട. സോ കുറച്ച് ദിവസമായിട്ട് വർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയി പോയാണ്. വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. 11:30 ആയിട്ടുണ്ട്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അടുത്ത ദിവസമാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്, അതായത് 10-ാം തീയതി. സോ സമയം കളയണ്ട, നമുക്ക് പോയി വാമപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയ സമയം. നല്ല അവിഞ്ഞ പാട്ടുകളാണ് ജിമ്മിട്ടേക്കുന്നത്. ഭാഗ്യം ഞാൻ പറഞ്ഞ് ഒന്ന് സൗണ്ട് കുറയ്ക്കാമെന്ന് ചോദിച്ചു. കാരണം എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ എന്തായാലും പുറത്തുനിന്ന് സൗണ്ട് കുറച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് കേസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ലേ? ഞാനിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല മര്യാദയ്ക്കൊന്ന് വർക്കൗട്ട് ചെയ്യുന്നേ. കുറച്ച് ദിവസമായിട്ട് ഉറപ്പും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. ഞാൻ വർക്കിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്യണം. ഞാൻ ട്രാവൽ ചെയ്ത് കുഴഞ്ഞ് വന്ന് കയറി കിടന്ന് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ പിന്നെയും പോവും, പിന്നെയും തിരിച്ചു വരും. ആകെ 1-2 ദിവസം അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ ഒരു ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയും റിസൈൻ ചെയ്യേണ്ടി വരും. അതായിരിക്കും അവസ്ഥ. എന്തായാലും ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാം ഇതാക്കി കളഞ്ഞു കുളിച്ച് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും നല്ലോണം പഠിച്ചാൽ മതി, ലൈഫ് സെറ്റിലാണ്, അങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറും കെട്ടുകഥകളായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഗ്രാജുവേറ്റാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ഡോക്ടറൽ ഡിഗ്രിയാണ്. എന്നിട്ട് പോലും നമ്മുടെ ഈ നാട്ടിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? അതും പഠിച്ച ജോലി കിട്ടുന്ന കാര്യം ചിന്തിക്കലും വേണ്ട. ഞാൻ ഫാർമ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ പേ ഗ്രേഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പക്ഷേ അവിടെ കിട്ടുന്ന ജോലികളാണെങ്കിലോ അത് നമ്മൾ പഠിച്ചായിട്ടൊരു ബന്ധവും കാണത്തില്ല. ഫാർമ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തോട്ട് പോകുമെന്ന് എല്ലാവരും പറയുന്നത്. നിങ്ങളിപ്പോൾ വാഴ സിനിമ കണ്ടില്ലേ? അതിനകത്ത് പുറത്ത് പോകുന്ന 2 പേരുടെ ലൈഫ് കാണിക്കുന്നില്ലേ? ഏകദേശം അങ്ങനെ ആയിരിക്കും മിക്കവാറും എല്ലാ ആൾക്കാരും പുറത്ത് പോകുമ്പോൾ. അത് എനിക്കും പുറത്ത് പോകാൻ താല്പര്യമില്ലാത്ത ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തോട്ടൊന്നും പോകാതെ പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അർണോൾഡിൻ്റെ മകൻ ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ശരിക്കും കുരു പൊട്ടിയോ? എനിക്കറിയാൻ വയ്യാത്തോണ്ടിരിക്കുക. ജോസഫിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 6'2", 6'3 അങ്ങനെ ഉണ്ട്. അത് ഇപ്പം എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5'9". എന്നേക്കാളും ഒരു 3-4 ഇഞ്ച് കൂടുതലാണ്. അപ്പം എത്രത്തോളം ഹൈറ്റ് ഡിഫറൻസിൽ അത്രത്തോളം മസിൽ മാസ് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം. അതുമാത്രമല്ല പുള്ളിക്കാരൻ്റെ വീക്കിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിൽ സമയത്ത് കുറച്ച് ഫ്ലാറ്റായിട്ടും കുറച്ച് ഭയങ്കര ഒരു വെള്ളം നിൽക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ആപ്സ് ഒന്നും അത്ര വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ അത് പുള്ളിക്കാരൻ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിന് ശേഷം സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റായിട്ട് INB എന്ന് പറയുന്ന ഫെഡറേഷന് വേണ്ടി പുള്ളിക്കാരൻ ഇറങ്ങി അതിനകത്ത് പ്രോ കാർഡ് പിടിച്ച്. ഇപ്പം നിങ്ങൾ ഈ പറയുന്നവരെല്ലാം മണ്ടന്മാരായില്ലേ? നാട്ടിലെ പോട്ടെ, ഇതിപ്പം ഓൾ ഇന്ത്യ ലെവലിലാണ് വൈറലായിരിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സൗത്ത് സൈഡ് ബോയ്സിനെയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. അത് കണക്ക് തന്നെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുന്നെങ്കിൽ കുറേ ഫേക്ക് നൈറ്റ് എലിഗേഷൻ വന്നിട്ടുള്ള കുറേ പേരെ കളിയാക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാത്ത കാര്യം, എലീറ്റ് ലെവൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് അത്ലറ്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ണ് തള്ളും. എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് മാറി നിൽക്കുന്ന രീതിയിലുള്ള കണ്ടീഷനിങ് സ്റ്റേജിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻഹാൻസ്ഡ് ആകാൻ തോന്നിപ്പോകും. ആ രീതിയിലുള്ള കണ്ടീഷനിങ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്.
സോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നിങ്ങൾ പറയുന്ന സൗത്ത് സൈഡ് ബോയ്സ് ആണെങ്കിൽ പോലും അവർക്കെല്ലാം മസിൽ മാസ് അവരുടെ ഹൈറ്റിനനുസരിച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എത്ര മാസീവായിട്ട് തോന്നുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഹൈറ്റ് 5'8", 5'9" ആണ്. നിങ്ങൾക്ക് അറിയാം മോസ്റ്റ്ലി സൗത്ത് സൈഡ് ബോയ്സിനകത്ത് എഡ്വിൻ ഒഴികെ ബാക്കി എല്ലാവർക്കും എന്നേക്കാൾ ഹൈറ്റ് കുറവാണ്. അപ്പം അടുത്ത് നിൽക്കുമ്പം അവർക്ക് അത്രയും മസിൽ മാസ് തോന്നാനുള്ള കാരണം അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് അത്രയും കുറവാണ്. നിങ്ങൾ ഈ പ്രെപ്പിൻ്റെ സമയത്താണ് ഇവരെല്ലാം കാണുന്നത്. പ്രെപ്പിൻ്റെ സമയത്ത് ഇവരെല്ലാം കാണുമ്പോൾ അവർക്കെല്ലാം ഫാറ്റ് പെർസെൻറ്റേജ് അത്രയും കുറവാണ്. സിംഗിൾ ഡിജിറ്റ് അറൗണ്ട് 1, 10, 11 അതൊക്കെ ആയിരിക്കും അവർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പ്രെപ്പിൻ്റെ സമയത്ത് കുറച്ചും കൂടി താഴോട്ട് പോവുകയും ചെയ്യും. സിംഗിൾ ഡിജിറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാറ്റ് പെർസെൻറ്റേജ് അത്രയും മസിൽ മാസ് മാസീവായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ ഈ കാണുന്ന വീഡിയോയ്ക്കകത്തുള്ള ലൈറ്റിങ്ങും അതേപോലെ ക്യാമറ ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം നേരിട്ട് കാണുമ്പം ഇവർക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇവരൊക്കെ അച്ചീവബിൾ ആയിട്ടുള്ള ബോഡിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ക്രിയേറ്റിൻ അടിച്ചെന്നും പറഞ്ഞോ പ്രോട്ടീൻ പൗഡർ അടിച്ചെന്നും പറഞ്ഞോ അല്ല ശരിക്കും പറഞ്ഞ ബോഡി ഉണ്ടാവുക. കുറച്ച് പ്യുവർ ഹാർഡ് വർക്ക് തന്നെയാണ്. അതിന് കുറച്ച് ടൈം വേണം. നിങ്ങൾ ആ ടൈം കൊടുക്കാൻ ഡിസിപ്ലിനായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഈ കാണുന്ന സൗത്ത് സൈഡ് ബോയ്സിലെ അല്ലെങ്കിൽ നാട്ടിൽ കാണുന്ന മിക്കുള്ള ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും കംപ്ലീറ്റ്ലി ഇതിനകത്ത് ടൈം കൊടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ലൈഫിൽ ഇതാണ് മെയിൻ പ്രയോറിറ്റി. അപ്പോൾ പിന്നെ അതിനകത്ത് അവർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് ടൈം എടുത്ത് കൊടുക്കാൻ പറ്റും, അത്രയും ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അത്ലറ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്, കോച്ചായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള വേറെ പ്രൊഫഷണൽ ലൈഫുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് രണ്ടും ബാലൻസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് നിന്ന് തന്നെ വരുമാനം കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് മാറ്റി വെച്ച് ഇതിനകത്ത് മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡി കുറച്ചും കൂടി സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ കാർഡിയോയും കാര്യങ്ങളും എല്ലാം എൻ്റെ ഡയറ്റും എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടറിയോ. കാരണം ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രയോറിറ്റീസ് ഒരുപാടുണ്ട്. എനിക്ക് പേഴ്സണൽ ലൈഫുണ്ട്, ഫാമിലി ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നോക്കിയേ പറ്റൂ. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, ജിമ്മിൽ പോകുന്നത്, ക്ലയൻസിനെ ട്രെയിൻ ചെയ്യുന്നത് എല്ലാം. സോ നമ്മുടെ പ്രയോറിറ്റീസ് എത്രത്തോളം വലുതായി വരുന്നോ അത്രത്തോളം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ടൈം കുറയും. അത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ബോഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് ജിമ്മിൽ പോയി ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് തോന്നിയതൊക്കെ കഴിച്ച് അതേപോലെ കുറച്ചൊരു ക്രിയാറ്റിനും വേ പ്രോട്ടീൻ എടുത്തെന്നും പറഞ്ഞ് ബോഡി ഉണ്ടാകത്തില്ല. അതിൻ്റെ അടുത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കാൻ വേണം. സോ അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന കോൺട്രവേഴ്സീസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു ഗിമിക്ക് മാത്രമാണ്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ഗിമിക്ക് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു റിയാലിറ്റി ചെക്ക് തരാം. ഇതാണ് എൻ്റെ ബോഡി. കണ്ടോ? എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 85 അറൗണ്ടാണ്. അതിനകത്ത് ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20 above ആണ്. ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇപ്പോൾ കുറേ നല്ലതായിട്ട് ഓഫ് ട്രാക്കാണ്, കാർഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഫാറ്റ് നല്ലോണം കൂടിയത്. എനിക്കിതാ കംപ്രഷൻ ടീഷർട്ട് ഇട്ടാലും നിങ്ങൾക്ക് ഇതാ ഇവിടെയൊക്കെ ഫാറ്റ് കാണാൻ പറ്റും. പക്ഷേ ഞാനൊന്ന് ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്രഷൻ്റെ മണ്ടയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ആബ്സ് വിസിബിളാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് മസിൽ മാസ് ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ ഫാറ്റ് കവർ ചെയ്തേക്കുന്നത്. സപ്പോസ് അപ്പോൾ ഞാൻ ഈ ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എൻ്റെ മസിൽ കുറച്ചും കൂടി ഡെഫിനിഷൻ കൂടും, വിസിബിളാവും, സ്ട്രയേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വരും. അപ്പോൾ 83 kgsനകത്ത് നിന്ന് ഞാനൊരു 5 kg ഫാറ്റ് കുറച്ചാൽ തന്നെ എൻ്റെ ബോഡിയിൽ ഭയങ്കരമായിട്ടൊരു മാസീവ് ചേഞ്ചസ് ഉണ്ടാവും. അത് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. നിങ്ങൾ കാണുന്ന അത്ലറ്റ്സ് എല്ലാം ഒരു 65-70 kgsനകത്തേ ഉള്ളൂ. അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് അറൗണ്ട് 9 to 10% അല്ലെങ്കിൽ 12%, മാക്സിമം 13%. അതിനകത്ത് അവർ നിൽക്കും. ഓഫ് പ്രപ്പ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 15. അതിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാൻ അവരാരും നിൽക്കത്തില്ല. കാരണം അത്ലറ്റ്സിന് അത് ഭയങ്കര പാടാണ് പിന്നെ കട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അവരെല്ലാം എന്നേക്കാളും 5% അല്ലെങ്കിൽ 10% ഫാറ്റ് പെർസെൻറ്റേജ് കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു 75 kg എന്ന് പറയുമ്പോൾ നല്ല മസിൽ മാസ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന വിസിബിലിറ്റിയും സ്ട്രൈഷൻസ് എല്ലാം പോസിബിളാണ്. ഹ്യൂമൻ അനാട്ടമിയിൽ അത്രയും മസ്കുലർ സ്ട്രക്ചറുള്ള ആൾക്കാർക്ക് പോസിബിളാണ്. അല്ലാതെ അവരാരും സ്റ്റീറോയിഡ് കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ കഴിച്ചുകൊണ്ടോ മാത്രമല്ല അങ്ങനെ വരുന്നത്. നിങ്ങളുടെ മസിൽ എത്രത്തോളം ഡെവലപ്പ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവരാനും പറ്റും. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മസിൽ മാസ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നല്ല പേഷ്യൻസ് വേണം. പ്രോട്ടീൻ കഴിച്ചെന്നോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ കഴിച്ചെന്നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ഡെഫിനിഷൻ കൊണ്ടുവരാനോ അത്രയ്ക്ക് മസിൽ മാസ് ബിൽഡ് ചെയ്യാനോ പറ്റണമെന്നില്ല. കാരണം ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പ്രോപ്പറായാൽ മാത്രമേ എല്ലാം പറ്റൂ. ഇപ്പം എനിക്കിതെല്ലാം അറിഞ്ഞിട്ട് പോലും എനിക്ക് ആ പാറ്റേൺ മൊത്തത്തിൽ 100% പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ ഹാവ് മൈ പേഴ്സണൽ തിങ്സ്. സോ അതിനിടയ്ക്ക് എനിക്ക് ചിലപ്പോൾ സ്ലീപ്പ് പ്രോപ്പർ ആകത്തില്ല, ചിലപ്പോൾ റെസ്റ്റ് പ്രോപ്പർ ആകത്തില്ല, ചിലപ്പം മീൽ കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റണമെന്ന് വരത്തില്ല, അതേപോലെ സപ്ലിമെൻറ്റ്സ് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്ന് വരത്തില്ല. സോ ഇതിനകത്ത് പല ഇഷ്യൂസ് വരുന്നുണ്ടെന്നും പല ആൾക്കാർക്കും ബോഡി അത്ര അങ്ങോട്ട് ഡെവലപ്പ് ആവാത്ത. പക്ഷേ ബോഡി ഡെവലപ്പ് ആവും നിങ്ങൾ ആ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പ് ആവും. ഇപ്പം പകുതി ആൾക്കാരും ബാക്കിയുള്ളവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിരാശപ്പെടുത്തുകയാണ്.
അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? ഒരിക്കലും ഞാൻ എൻ്റെ ബോഡി മറ്റൊരാളെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നും ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുവെന്നും. അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അവരുടേതായിട്ടുള്ള കഥകളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു ഒറ്റ ടൈമിൽ ബാക്കി എല്ലാവരും കമ്പയർ ചെയ്യുന്നത് അത് വേറെയാണ്. നിങ്ങളെല്ലാവരും 100% കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരല്ല. മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ബോഡി ഉണ്ടാക്കണം, നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരൊരിക്കലും ഒരു ബോഡി ബിൽഡർ ലൈഫ് സ്റ്റൈലിലോട്ട് പോയിട്ട് പറ്റത്തില്ല, പോകാനും പറ്റത്തില്ല, പോയി കഴിഞ്ഞാൽ നടക്കത്തുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജഡ്ജ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കൊണ്ട് വെക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബി റിയലിസ്റ്റിക്, ബി മോർ പ്രാക്ടിക്കൽ. അതിനകത്ത് സത്യങ്ങൾ മനസ്സിലാക്കുക, സത്യാവസ്ഥ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആൻഡ് ടേക്ക് യുവർ ടൈം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ സെക്കൻഡ് ടോപ്പിക്, GLP ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് വെയ്റ്റ് ലോസ്. സോ ഇതിനകത്ത് എനിക്ക് കുറച്ച് പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ട്. GLP ഡ്രഗ് എന്ന് പറയുന്ന സാധനം നേരത്തെ ഉണ്ട്, അത് പലർക്കും അറിയത്തില്ലായിരുന്നു, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നവരെ. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് ഫാർമ കമ്പനീസിൻ്റെ കുറച്ച് എന്തു പറയുക, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ ഒരു പബ്ലിസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എല്ലാവർക്കും GLP-1 എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാവും. അതായത് ഒസംബിക് അല്ലെങ്കിൽ ലൈക്ക് മറ്റേ ഡ്രഗിൻ്റെ പേരെന്ത് വരുന്ന മോഞ്ചൂറോ. സോ ഇങ്ങനത്തുള്ള ഡ്രഗുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ഫേമസ് ആവുന്ന കാരണം എന്നറിയോ? ഇന്ത്യയിലെ ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റി പോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തും വിറ്റ് പോവാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രത്തോളം കോസ്മെറ്റിക് പ്രോഡക്ട്സും അതേപോലെ തന്നെ ന്യൂട്രീഷണൽ പ്രോഡക്ട്സും അതേപോലെ തന്നെ ഇതുപോലത്തെ വെയിറ്റ് ലോസ് പ്രോഡക്ട്സൊക്കെ വിറ്റ് പോകുന്നതിൻ്റെ കാരണം. ഇപ്പം പുറത്തെ നാട്ടിൽ US ആണെങ്കിൽ ഇതേ സെയിം ബ്രാൻഡിനെതിരെ കേസുകൾ നടക്കുക. അതും 1-2 കേസൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ കേസ് കൊടുത്തേക്കുന്നത്. സോ അതേ സെയിം പ്രോഡക്റ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ത്യയിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയായിരിക്കും? ഞാൻ ഫാർമ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കപ്പം ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയുന്നില്ല. ഡോക്ടർമാർ ഒരു പരിധി വരെ ഡോക്ടർമാർക്ക് ഇത് തടയാൻ പറ്റും. കാരണം സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഈ കച്ചവടക്കാരായി മാറാതിരുന്നാൽ മാത്രം മതി. ഞാൻ എല്ലാ ഡോക്ടർമാരെയും പറയുന്നില്ല, പക്ഷേ ചില ഡോക്ടർമാരുണ്ട് ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് ഐ ഹവ് സീൻ ദാറ്റ്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ക്ലിനിക്കിൽ പോയിരിക്കുകയെന്ന് വെച്ചു. ആ ക്ലിനിക്കിൽ ഡയബറ്റിക് ക്ലിനിക്കാണ്, പക്ഷേ ആ ക്ലിനിക്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഡ്രഗ്സ് ലൈക്ക് മോഞ്ചറ പോലത്തെ ഡ്രഗ് ഉണ്ട്. അതും റാൻഡമായിട്ട് ഒരു തമാശ പോലെ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നോക്കിക്കോ സർ, ഈ പോകുന്ന പേഷ്യൻറ്റിന് മോഞ്ചറ പ്രിസ്ക്രൈബ്ഡ് ആണ്. ആ പേഷ്യൻ്റ് ആദ്യമായിട്ടാണ് ക്ലിനിക്കിൽ വരുന്നത്. അതൊരു ലേഡിയാണ്, അത്യാവശ്യം ഓവർ വെയിറ്റ് ഉണ്ട്. ജസ്റ്റ് BMI ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസപ്ഷനിസ്റ്റ് അടുത്ത് പറഞ്ഞാൽ നോക്കിക്കോ, തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന് പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ ആ പേഷ്യൻറ്റിന് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അല്ല സർ, മിക്കുള്ള എല്ലാ പേഷ്യൻസിനും ഇവിടെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് മാൻ? അവർ വന്നു, അവർ ഓവർ വെയിറ്റ് ആണെന്ന് മനസ്സിലായി, ഒബീസാണെന്ന് മനസ്സിലായി, അവർക്ക് എഴുതി കൊടുത്തു. എഴുതി കൊടുക്കുന്നത് മാത്രമല്ല, അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അത് എടുക്കുകയും ചെയ്യിപ്പിക്കും. അവിടെയാണ് ആ ബിസിനസ് ഞാൻ പറഞ്ഞത്. എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാൻ ഈ പ്രൊഫഷനിൽ ഒരുപാട് നല്ല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്, ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. അതെല്ലാം പേഴ്സണാലിറ്റി അനുസരിച്ച്, അല്ലാതെ അവരെ പ്രൊഫഷനനുസരിച്ച് മാത്രമല്ല. ഇപ്പം എൻ്റെ ഫാർമസി ഫീൽഡിൽ തന്നെ ലൈക്ക് ബിസിനസ് മാത്രം നോക്കിക്കണ്ട് എന്തും വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഹ്യൂമാനിറ്റിയൊക്കെ നോക്കി എല്ലാവരെയും തലയടിച്ചേൽപ്പിക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാ പ്രൊഫഷനിലും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത്. ജസ്റ്റ് ഒരു പരസ്യം കണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടെന്നും പറഞ്ഞ് നേരെ പോയി ഇത് കുത്തിവെക്കേണ്ട ആവശ്യമില്ല. കാരണം മെനങ്ങാന്നും കൂടി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സജഷൻ ചോദിച്ചതാ, ഞാൻ ഒബീസാണ്, എനിക്ക് കാലിൻ്റെ ടെൻഡൻ ടയർ ഉണ്ട്, അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡോക്ടർ സജസ്റ്റ് ചെയ്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു റീതിങ്ക്, പുതിയൊരു ഡോക്ടറെ കാണുക, പുതിയ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പുള്ളിക്കാരൻ അടുത്ത ആഴ്ച തന്നെ വേറെ ഡോക്ടറെ പോയി കണ്ടു. പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട, ഇതെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രൈ ചെയ്യാം, ഡയറ്റീഷ്യനെ എഴുതി തരാം, വർക്കൗട്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കും, അപ്പർ ബോഡി വർക്കൗട്ട്സ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞു അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ഒരു നിവൃത്തി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് എടുത്താൽ പോരെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ സ്റ്റിറോയിഡ്സോ പെപ്റ്റൈഡ്സോ എടുക്കുന്നതിന് ഞങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ബോഡി ബിൽഡേഴ്സിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും സ്റ്റിറോയിഡ്സ് എടുക്കുന്നതിനും പെപ്റ്റൈഡ്സ് എടുക്കുന്നതിനും. ഇപ്പം കോമൺ പീപ്പിളിന് ഒബീസിറ്റി കുറയ്ക്കാനായിട്ട് ഇത് റാൻഡമായിട്ട് ജനറലൈസ് ചെയ്യാതിരുന്നാൽ എല്ലാവർക്കും വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല.
ആവശ്യമുള്ളവർ എടുത്തോട്ടെ, അത്യാവശ്യമുള്ളവർ മാത്രം എടുക്കുക. ഇതിപ്പം വന്ന് ഒരു ട്രെൻഡ് പോലെ നോർമലൈസ് ആവും. പ്രത്യേകിച്ച് ഇപ്പം മാർക്കറ്റിൽ അതിൻ്റെ പേറ്റൻറ്റ് കഴിഞ്ഞു, പുതിയ ബ്രാൻഡ്സ് അതിൻ്റെ പുതിയ കുറച്ചും കൂടി ആയിട്ടുള്ള ലൈക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള വേർഷൻസ് ഇറക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ പ്രത്യേകത അറിയാം, എത്ര വില എന്ന് പറഞ്ഞാലും റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും. ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റിനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം, പക്ഷേ അത് നിർത്തുന്ന എന്നാണോ? നിങ്ങൾക്ക് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോയ വെയിറ്റ് അതിൻ്റെ ഡബിളായിട്ട് തിരിച്ചു വരും. കാരണം ചാൻസസ് ഉണ്ട് ഇതെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ന്യൂട്രീഷൻ പ്രോപ്പർ ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തില്ല. ചിലപ്പോൾ ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് നല്ല മസിൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഡ്രഗിൻ്റെ യൂസ് കാരണം ചില ആൾക്കാർ ഈ ഡ്രഗ് എടുക്കും, പക്ഷേ സ്റ്റിൽ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യും ഡയറ്റ് ആൻഡ് വർക്കൗട്ട് വേണം. ചെയ്യാൻ മടി കാരണം ആൾക്കാർ ചെയ്യാറില്ല. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ നിങ്ങളുടെ മസിലിൽ നിന്ന് എടുക്കാൻ തുടങ്ങും. ആവശ്യത്തിന് ന്യൂട്രീഷൻ ചെന്നില്ലെന്നുണ്ടെങ്കിൽ മസിൽ ലോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. സോ ഇതും ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സപ്ലിമെൻ്റ് കണക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കുത്തി വെച്ചുകൊണ്ട് മാത്രം വെയിറ്റ് കുറഞ്ഞു എന്നും പറഞ്ഞു വരത്തില്ല. നിങ്ങൾ അവിടെയും നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരണേ പറ്റൂ. അതേപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കെഡ്യൂളിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നിർത്തുന്നന്ന് നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈലിലോട്ട് പോകും. അതേപോലെ പോയ വെയിറ്റ് തിരിച്ചു വരും. ലോങ് ടേം യൂസിൽ എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. സൈഡ് എഫക്ട്സ് വ്യക്തമായിട്ട് ഗൂഗിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ആൾക്കാരില്ലേ, ഇതും കൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇപ്പം പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിവർ അടിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ഉപയോഗിക്കാത്ത ഭൂരിഭാഗം ആൾക്കാർ ഉണ്ട്. പക്ഷേ അതേ സെയിം സാധനം തന്നെ വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് പൗഡേഴ്സ് കമ്പനിക്കാർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും ആ ബ്രാൻഡ് ഏതാണെന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും നിങ്ങളുടെ തലമണ്ടയിലോട്ട് ഓരോ പ്രൊഡക്ട്സ് അടിച്ചേൽപ്പിക്കുന്നത്. ലൈക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് ഒരു പരിധി വരെ ഒരു മാഫിയ തന്നെയാണ്. അത് ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാനിത് പറഞ്ഞേ പറ്റൂ. മെഡിക്കൽ ഫീൽഡ് ഈസ് ലൈക്ക് എ മാഫിയ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഞാനും അതിനകത്തൊരു പാർട്ടാണ്. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, എന്നെയും ഇതേപോലെ ഇൻഡയറക്റ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനും ഇതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പോകുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റൽസിനും ഓരോ ടാർഗറ്റ് ഉണ്ട്, ഓരോ ഡോക്ടർമാർക്കും ഒരു ടാർഗറ്റ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കും. അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പം എല്ലായിടത്തും പോസിബിൾ അല്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും പേഴ്സണൽ എനിക്ക് എക്സ്പീരിയൻസസും വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദേഷ്യം വരുവാണ്, അജിറ്റേറ്റഡ് ആവുകയാണ്, നിങ്ങൾക്ക് വന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ റിയാലിറ്റി അറിയാം. നിങ്ങൾക്കിത് ദേഷ്യം വരേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു ലൈക്ക് അഗ്രഷൻ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ ബിസിനസ് ആക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുമ്പം ചെയ്യുന്നൊരു ഓത്തില്ലേ, ആ ഓത്തൊന്ന് ചെറുതായിട്ട് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മടിയും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയാണ് ഈ മാർക്കറ്റ്. നിങ്ങൾ ആ മടിയും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്ന് മാറ്റുന്നോ അന്ന് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരാൻ നോക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ഓരോ സാധനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിവിൻ പോളിയുടെ ഒരു വെബ് സീരീസ് ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു, ഫാർമ കമ്പനികളുടെ ഒരു ഇത് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു റിയാലിറ്റിയിലോട്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമ ഫീൽഡിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. റിയാലിറ്റി അത് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് നിവിൻ പോളി CEO എടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണോ ഈ ഒരു ലൈക്ക് ഡ്രഗിനകത്ത് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ കൊടുത്തതെന്ന്. അപ്പം അതിനകത്ത് ഭയങ്കര നോർമലായിട്ട് പറയുന്നില്ല, അതെ അറിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേറെ അസുഖങ്ങൾ വരും. സാരമില്ല, വേറെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇവരെ ക്രോണിക് അസുഖങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പേഷ്യൻസ് ആക്കും, അതും സാരമില്ല, അതിൻ്റെ മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളാണ് അവരെ മാർക്കറ്റ്.
ഇപ്പം ഞാനടക്കമുള്ള ഒരു സമൂഹത്തിലുള്ള എല്ലാവരും രോഗികളായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ദ ഡാർക്ക് വേൾഡ്. അതിനകത്ത് മനസ്സിലാക്കി പുറത്ത് വന്നാൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇനി ചിലപ്പോൾ വധഭീഷണിയൊക്കെ വന്നോളെ. ഗൈസ്, be smart and stay out of these kinds of shit. അപ്പോൾ ഇനി ഞാൻ പോയി എൻ്റെ ബാക്കി വർക്കൗട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യായിരിക്കും. കാരണം ഇനി അങ്ങോട്ടൊന്നും പറയാൻ വയ്യ. ഞാൻ പോയി വർക്കൗട്ട് ചെയ്ത് വെക്കട്ടെ. സീ ഗൈസ്, ബൈ.